അടുത്ത മാസം, അതായത് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിൽ ചില സുപ്രധാന മാറ്റങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഈ സെപ്റ്റംബർ 17-ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയുകയാണ്. അതിനെ കുറച്ച് ദിവസം മുന്നേയായി സെപ്റ്റംബർ 11-ന് RSS മേധാവി മോഹൻ ഭാഗവതിനും 75 വയസ്സ് തികയുന്നുണ്ട്. RSS നിയമാവലി അനുസരിച്ച് ഒരാൾക്ക് 75 വയസ്സായാൽ യാതൊരു പദവിയും വഹിക്കുവാൻ പാടില്ല. അത് വളരെ കർശനമായൊരു നിയമമാണ്. അങ്ങനെ വന്നാൽ നരേന്ദ്രമോദി സെപ്റ്റംബർ 17-ന് മുൻപേ സ്ഥാനമൊഴിഞ്ഞ് പോകേണ്ടി വരും. ഇതൊക്കെ കണക്കിലെടുത്തു കൂടിയാകണം സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയിൽ എല്ലാ BJP MP-മാരെയും നേതാക്കളെയും ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആ ഒരു ലോജിക് വെച്ച് നോക്കിയാൽ RSSൻ്റെ തീരുമാനം നടപ്പിലാകാൻ പോകുന്നില്ല എന്നാണ് അനുമാനിക്കേണ്ടത്. 75 എന്നത് RSS നിശ്ചയിച്ച സജീവ പ്രവർത്തന കാലാവധിയാണ്. മോഹൻ ഭാഗവതൻ എന്തായാലും അത് പാലിച്ചേ പറ്റൂ. അദ്ദേഹത്തിന് ഒഴിവാകാതെ ഇരിക്കാൻ കഴിയില്ല. പക്ഷേ മോദി പ്രധാനമന്ത്രി പദവി രാജിവെക്കുമോ എന്ന കാര്യം സംശയമാണ്. ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് വരെ കാര്യങ്ങൾ പോയേക്കാം. RSS അവരുടെ നിലപാട് കടുപ്പിച്ചാൽ BJPയും സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നേക്കും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSS പറയുന്നത് കേൾക്കാതെ വന്നപ്പോൾ BJPയെ പലയിടത്തും അവർ തഴഞ്ഞിരുന്നു. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ BJPയെ ഞെട്ടിക്കുന്ന റിസൾട്ട് വന്നതും RSSൻ്റെ ഈ പിണക്കം കാരണമാണ്. അയോധ്യയിൽ വരെ BJP തോറ്റുപോയിരുന്നു. ഇന്ത്യയിൽ അധികാരം നേടാൻ BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇത്രത്തോളം വലുതാക്കാൻ RSS എന്ന സംഘടനയ്ക്കുള്ള പങ്കിനെ ആർക്കും അവഗണിക്കാനുമാകില്ല. 2009-ൽ രണ്ടാം UPA സർക്കാർ സോണിയാഗാന്ധി രൂപീകരിച്ചപ്പോൾ BJPയും RSSും തളർന്നിരിക്കുന്നൊരു അവസരമായിരുന്നു. പ്രമോദ് മഹാജൻ എന്ന വലിയ നേതാവിൻ്റെ മരണം പാർട്ടിയെ തളർത്തിയിരുന്നു. BJPയുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് പ്രമോദ് മഹാജനായിരുന്നു. അന്ന് നിതിൻ ഗഡ്കരിയെ പലർക്കും അറിയില്ലായിരുന്നു. മഹാരാഷ്ട്ര അസംബ്ലിയിൽ മന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ഇരുന്ന ഗഡ്കരി മാധ്യമങ്ങളിൽ ഒട്ടും കവറേജ് കിട്ടാത്ത ആളായിരുന്നു. 2009-ലെ ദയനീയമായ തോൽവിക്ക് ശേഷം RSS BJPയെ ഏറ്റെടുക്കുകയായിരുന്നു. നിതിൻ ഗഡ്കരി എന്ന വ്യക്തിയെ പാർട്ടി പ്രസിഡന്റ് ആക്കിയപ്പോൾ BJP പ്രവർത്തകർ പോലും ഞെട്ടിക്കാണും. പിന്നീട് RSS കളം നിറഞ്ഞു തന്നെ കളിച്ചു. ഓരോ പ്രദേശത്തും ജനപ്രീതിയുള്ള ആളുകളെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നു. നിതിൻ ഗഡ്കരിയുടെ ഉദ്ദേശം നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടി 2014-ലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് ഗുജറാത്തിൽ എന്ന പോലെ കേന്ദ്രത്തിലും അധികാരം പിടിക്കുക എന്നതായിരുന്നു. അതിൽ ഗഡ്കരി വിജയിക്കുകയും ചെയ്തു. BJP അധികാരത്തിലേക്കെത്തി. ഇപ്പോൾ ഗഡ്കരിക്കെതിരായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേവേന്ദ്ര ഫട്നാവിസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. മഹാരാഷ്ട്ര RSSന് അത്രയും പ്രിയപ്പെട്ടതാണ്. എന്തായാലും ഈ വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയിൽ RSS ചില സുപ്രധാന തീരുമാനങ്ങളെടുക്കും എന്ന കാര്യം തീർച്ചയാണ്. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ജസ്വന്ത് സിംഗ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ 75 വയസ്സ് എന്ന പ്രായപരിധി പറഞ്ഞ് നിർബന്ധപൂർവ്വം മാറ്റി നിർത്തിയ ആളാണ് നരേന്ദ്രമോദി. അതേ മാനദണ്ഡം മോദി സ്വയം ബാധകമാക്കുമോ എന്ന് കണ്ടറിയണം. എന്നാൽ മോദിക്ക് പ്രായപരിധിയിൽ നേരത്തെ ഇളവ് കൊടുത്തിട്ടുണ്ടെന്നാണ് BJP പറയുന്നത്. 5 വർഷം മുൻപ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് BJP വൃത്തങ്ങൾ പറയുന്നുണ്ട്.